മഞ്ചേശ്വരത്തിൽ പറഞ്ഞ പോലെ തന്നെ ലീഗിനെ തോപ്പിക്കണം, എല്ലായിടത്തും ലീഗിനെ തോപ്പിക്കണം. മഞ്ചേശ്വരത്ത് തോപ്പിക്കാൻ നിന്നപ്പോൾ നിങ്ങൾ നോക്കി, എല്ലാ കണക്കും നോക്കി, തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് എങ്ങനെ നോക്കി 4000 വോട്ടിന് ആര് ജയിക്കും? PB അബ്ദുൾ റസാഖ് എന്ന ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കും. അപ്പൊ രാക്ക് രാമാനം നിങ്ങൾ മാറ്റി. എന്ത് മാറ്റി? ആദ്യം പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു പരിഭവമില്ല, നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ. പക്ഷേ രാക്ക് രാമാനം നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ 4500 5000 വോട്ടിന് റദ്ദുച്ച നമ്മുടെ സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖ് ജയിക്കുന്നുണ്ടപ്പോ നിങ്ങൾ തീരുമാനം മാറ്റി. എങ്ങനെ മാറ്റി? നിങ്ങളുടെ വോട്ട് നേരെ എതിർ സ്ഥാനാർത്ഥി BJP ആണ്, അവിടെ ചെയ്യണം. അപ്പോഴേ ലീഗ് നോക്കുള്ളൂ. ലീഗിന്റെ തോൽവിക്ക് വേണ്ടി BJPക്ക് വോട്ട് ചെയ്തവരാണ് നിങ്ങൾ. കേരളത്തിന്റെ നിയമസഭയിലേക്ക് O രാജഗോപാൽ കടന്നു വന്നത് മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അതിന് 84 വയസ്സായി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. UDFനും LDFനും തോപ്പിച്ച് അങ്ങനെ വരാൻ പാടില്ല. കേരളം ഇന്നേ വരെ കാത്തു സൂക്ഷിച്ചത് നഷ്ടമായിക്കോട്ടെ. രാജേട്ടൻ വന്ന മാതിരി ആവില്ല, രാജഗോപാൽ വന്ന മാതിരി ആവില്ല. ഈ രാജഗോപാലിനെ ആദ്യം സ്വീകരിച്ച് കാണിച്ചു കൊടുത്തങ്ങളാ അല്ലേ? അതാണ് നിങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ആ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടണം, അത് ബലയില്ലാതെ ആവണം, അതിനെതിരായ ഒരു രാഷ്ട്രീയം വളർന്നു വരണം. വേണ്ടേ? ഈ രാജഗോപാലിനെ കേരളം എപ്പോഴല്ലേ ഏൽപ്പിച്ച് ആദ്യം സ്വീകരിച്ചാണിച്ചത് കാരന്തൂരിലില്ല വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊരു തെറ്റല്ല, ഇത് തൊട്ടുകൂടാൻ പാടില്ലാത്തതല്ല എന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളാണ് അല്ലേ? എന്നാ രാജഗോപാൽ ജയിച്ച മാതിരിയാവില്ല. നിങ്ങൾ താമരക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആരാന്നറിയാം? നിങ്ങൾ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്നത്തെ RSSന്റെ ഫാഷിസ്റ്റുകളുടെ ഏറ്റവും ശക്തനായ മുഖം, അത് ജയിപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവരാനാണ് നിങ്ങൾ ഈ വൃത്തിയുടെ കാണിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 89 വോട്ടിന് നമ്മളെ വർദ്ധിച്ച് ജയിച്ചു. എൻ്റെ മാതിരിയൊന്നുമില്ല, അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ള ആളാണ്. മൂപ്പര് അപ്പോൾ ഒരു കാറ് വാങ്ങിയത്, കാറിന് നമ്പർ ഇട്ട് 89. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുതിയ കാറ് വാങ്ങി, ആ കാറിന്റെ നമ്പർ 89. എന്താ കാരണം? ഇവർ കാണിച്ച തോന്നിവാസം കൊണ്ട് 89 വോട്ടിന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ പോയി കഴുകിക്കളയും? അത്ര വലിയ വൃത്തികേടുകൾ കാണിച്ചു. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നാൽ ഒറ്റപ്പെടും, ഒരു തർക്കമില്ല. ഒറ്റപ്പെട്ടില്ലാതെയാവും. ഇപ്പൊ പറഞ്ഞില്ലേ, ഏക സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം ലീഗ് എല്ലാവരും വിളിച്ചുകൂട്ടി. നമ്മളൊരു കലാപം ഉണ്ടാക്കാനല്ല, നമ്മുടെ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാനല്ല നമ്മൾ വിളിച്ചുകൂട്ടിയത്. എന്തിനാണ് നമ്മൾ വിളിച്ചുകൂട്ടിയത്? നിയമപരമായി ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വിളിച്ചുകൂട്ടി. വന്നില്ലല്ലോ, അങ്ങോട്ട് വന്നില്ലല്ലോ. അതല്ലേ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, അങ്ങനെ വരാത്തവരവിടെ തന്നെ നിന്നോട്ടെ. നിന്ന് ഒറ്റപ്പെട്ട് നിങ്ങൾ യാതിയാകും. ലീഗ് വിരോധം മൂത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും തിരിച്ചടി കിട്ടും. നമ്മളതൊന്നും നോക്കണ്ട. നമ്മളിതാ ഈ കായിക മില്ലത്തിന്റെ നൗക മുന്നോട്ട് തന്നെയാണ്. ഈ ജനനന്മയുടെ രാഷ്ട്രീയം, ഈ മതസൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയം, ലീഗിന്റെ നിലപാടുകൾ അത് കേരളത്തിലെ എല്ലാവരും അംഗീകരിച്ചു. അതുകൊണ്ട് ഈ ഭീഷണികളൊക്കെ ഉള്ള മണ്ഡലത്തിൽ മണ്ണാർക്കാട് ഉൾപ്പെടെ നമ്മളെ സംരക്ഷിച്ചത്. നമുക്ക് ഭീഷണി വന്നപ്പോൾ നമ്മളുടെ വോട്ട് മാത്രമല്ല, എല്ലാവരും വോട്ട് ചെയ്തു. ലീഗ് ജയിക്കണം, ലീഗ് നിലനിൽക്കണം, ലീഗ് തകരരുത് ആഗ്രഹിച്ചത് കേരളം മുഴുവനുമാണ്. എന്താ കാരണം? നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നിലപാടിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. രാജ്യത്ത് എല്ലാവർക്കും പുരോഗതി ഉണ്ടാവണം, കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും പുരോഗതി ഉണ്ടാവണം. അവരെ മാത്രം ഒറ്റപ്പെട്ട് ഭ്രാന്തവൽക്കരിക്കപ്പെട്ട് ഒരു സമൂഹത്തിന്റെ ഒരു കോണിലേക്ക് പോകരുത്. അതുകൊണ്ടല്ലേ CH പറഞ്ഞത്, ആരാന്റെ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി മാറാതെ ഒരു സമുദായത്തെ പിടിച്ചുയർത്തിക്കൊണ്ടുവരാനാണ് നേതാക്കന്മാർ പരിശ്രമങ്ങൾ നടത്തിയത്. അതാണ് ഇവിടെ വിജയത്തിലേക്ക് പോകുന്നത്. ആ രാഷ്ട്രീയമാണ് മുന്നോട്ട് പോകുന്നത്. ഏത് തിന്മകളെയും അവസാനം ഏറ്റവും വലിയ തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നു. ആ തിന്മകൾക്കൊക്കെ എതിരായി പോരാടാൻ നേതൃത്വം നൽകുന്നതും ലീഗ് പാർട്ടി തന്നെയാണ്. ആ നിലപാടുകളോടൊക്കെയുള്ള കേരളത്തിന്റെ പ്രതീക്ഷയും കേരളത്തിന്റെ പിന്തുണയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 18 MLA-മാരായി നമ്മൾ കണ്ടത്. നിയമസഭക്കകത്തും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭരണം 6 മാസം പിന്നിടുകയാണ്. എന്താ? ഒരു പ്രതീക്ഷയില്ല. ആളുകളെ നിത്യദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ. നമ്മൾ ഉണ്ടാക്കി വെച്ച പെൻഷൻ വീട്ടിൽ കൊണ്ടെടുത്തിട്ട് പിന്നെ ആളാകുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്കന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട ഫണ്ടായിരുന്നു, വരാൻ വൈകി. അത് നമ്മൾ സമ്മർദ്ദം ചെലുത്തിയൊക്കെ കൊണ്ടുവന്ന് എല്ലാം റെഡിയായി. പിന്നെ അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൂടി കൊടുക്കണോ ബാങ്കിൽ കൂടി കൊടുക്കണോ എന്നപ്പോൾ ഒരു തർക്കമുണ്ടായി. അതെല്ലാം കൂടി തീർത്ത് വന്നപ്പോഴേക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചു. നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളെല്ലാം ഒരുക്കി വെച്ച സാധനം, ആ സാധനമാണ് ഈ ഗവൺമെൻറ് വന്നിട്ട് കൊടുത്തിട്ട് ഇവർ ഫ്ലെക്സ് അടിച്ച് വെച്ചത്. അത് നമ്മളുണ്ടാക്കിയതാണ്.
ഈ 6 മാസത്തിനിടയിൽ നിങ്ങൾ എന്തുണ്ടാക്കി? നിങ്ങൾ കുറച്ച് അഴിമതികളും രാജ്യത്തിന് അപമാനകരമാകുന്ന ചില സംഗതികളും അഴിമണിയില്ലാത്ത റേഷൻ ഷാപ്പുകളും ഇതൊക്കെയാണ് നിങ്ങളുടെ സംഭാവന. ഒരു 6 മാസം ഞങ്ങൾ നിങ്ങൾക്ക് തന്നു ഒരു ഗവൺമെൻറ്റിൻ്റെ മധുവിധു എന്നുള്ള നിലക്ക്. പക്ഷെ മധുവിധുവും തുടക്കവും ഒട്ടും പ്രതീക്ഷാ നിർഭരമല്ല. അവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് CH പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് ഒരു മന്ന മാരുതനാണ്. കഴിഞ്ഞ 5 കൊല്ലം അങ്ങനെയാണ്. നിങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ വികസനങ്ങൾ ഒരുപാട്, മണ്ണാർക്കാട് ഉൾപ്പെടെ നടക്കാത്ത പാലങ്ങൾ നമ്മൾ നടത്തി, വരാത്ത കോളേജുകൾ നമ്മൾ കൊണ്ടുവന്നു, ഇല്ലാത്ത പാതകൾ നമ്മൾ ഉണ്ടാക്കി, ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കി. അതാണ് ഭരണത്തിലിരിക്കുന്ന മുസ്ലിം ലീഗ് മന്ന മാരുതൻ, ചെറിയ ഇളം തന്നലാവുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് ഭരണകൂടം ദുഷ്ചെയ്തികൾ ചെയ്യുമ്പോൾ, ജനങ്ങൾക്ക് എതിരായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് ഒരു കൊടുങ്കാറ്റാകുമെന്ന് CH പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുങ്കാറ്റായി അഞ്ഞടിക്കേണ്ട ഘട്ടങ്ങളിൽ അതിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ചെയ്തികൾ ഞാൻ പറഞ്ഞു, ആളുകളെ ദ്രോഹിച്ചുകൊണ്ടേ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് നോട്ടിന്റെ പിൻവലിക്കുന്നു. എന്താ ദുരിതം! ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 2-3 ദിവസം തുടർച്ചയായി യാത്ര ചെയ്യുന്നു. എവിടെ പോയാലും കേരളം മൊത്തം ക്യൂവിലാണ്. അമ്മയും അച്ഛനും മകളും പേരക്കുട്ടികളും ഒക്കെ ക്യൂവിലാണ്. ക്യൂവിൽ ആളുകൾ തളർന്നു വീഴുന്നു. ഇതൊക്കെ നോട്ട് പിൻവലിക്കണമെങ്കിൽ ഒരു ഘട്ടത്തിൽ വലിക്കാം. കള്ളപ്പണം നിയന്ത്രിക്കാനുള്ള നടപടികളും സ്വീകരിക്കാനൊന്നും തെറ്റില്ല. പക്ഷെ അതിനാവശ്യമായ ഗൃഹപാഠം ചെയ്യണം. അതില്ലാത്തത് കൊണ്ടല്ലേ ഭരണകർത്താക്കൾക്ക് ഇപ്പോൾ വാവിട്ട് കരയേണ്ടി വരുന്നത്, അല്ലേ? അതൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഈ 2-2.5 കൊല്ലം കൊണ്ട് ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കിയ എല്ലാ ഇമേജിയും ഒരൊറ്റ നടപടിയിൽ പോയില്ലേ? ഇതുകൊണ്ട് നിങ്ങൾ എന്താ വിചാരിച്ച? ഒരു സർജിക്കൽ ഓപ്പറേഷൻ പോലെ, ഒരു പട്ടാള നടപടി പോലെ പെട്ടെന്നൊരു രാത്രിയിൽ 8 മണിക്കാണ് പറയണത്, 8-8:30 മണിക്കാണ് പറയണത്. ഇന്ന് 12 മണി മുതൽ നാട്ടുകാരുടെ കയ്യിലുള്ള മുഴുവൻ 500 നോട്ടും 1000-ന്റെ നോട്ടും കടലാസായി മാറും. എന്താ സ്ഥിതി? കേട്ടൂര് നെട്ടൂലേ? എന്താ സ്ഥിതി? അപ്പോൾ അതൊക്കെ ഒരു ഗവൺമെന്റിന്റെ പോരായ്മയാണ്. ചെയ്യാം, അങ്ങനെ പറഞ്ഞാൽ ആവശ്യത്തിന് ഗൃഹപാഠം ചെയ്ത് അതിന് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തണം. അപ്പോൾ അതിലൊക്കെ അതുപോലെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഇതൊന്നും പാടില്ല. സഹകരണ ബാങ്കിൽ എന്താ ആൾക്കാർ തീരുമാനസ്വതം നിക്ഷേപിച്ചതല്ലേ? ഇപ്പം ഞാനിന്ന് കേട്ടത് അതിന് പ്രത്യേകമായി കേരളത്തിൻ്റെ നിയമസഭ വരെ ചേരുന്നു എന്നാണ്. അപ്പോൾ വാർത്തയിൽ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജനവിരുദ്ധ നയങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു ക്രിയാത്മക രാഷ്ട്രീയമായി ഇവിടെ കായികമില്ലത്തിൻ്റെ രാഷ്ട്രീയം രചനാത്മകമായി ശിഹാബ് തങ്ങളിലൂടെ കടന്നു വന്ന രാഷ്ട്രീയം, അതിൻ്റെ മുമ്പുള്ള നേതാക്കന്മാരിലൂടെ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഈ ജിദ്ദയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കുറച്ച് നിയമസഭാ സമ്മേളനവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വൈകി. ഞാൻ ഇവിടെ വിശുദ്ധ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് എനിക്കറിയാം ഇതൊരു മധുരമായ പ്രതികാരം ആഘോഷിക്കാനാണ് നിങ്ങൾ വന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ. ഞാൻ ഇങ്ങോട്ട് വരുന്ന തലേന്ന് കടപ്പത്തൂർ ഒരു കല്യാണത്തിന് പോയി. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ ആ വീട്ടുകാരൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ഇതാണ് മണ്ണാർക്കാട് MLA. അപ്പോൾ വലിയൊരു കാര്യം, എന്താ സംഗതി? നിങ്ങളാണ് കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഉസ്താദാണ് കാരണം, അല്ലേ? അപ്പോൾ അവരാ സ്ത്രീകൾ പറയാം, അധികം ആരോടും വർത്താനം പറയാതെ താഴേക്ക് നോക്കിയിട്ട് ആ സ്ത്രീകൾ പറയാം, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കടവത്തുകാരുടെ ഭാഷയിൽ, കണ്ണൂർക്കാരുടെ ഭാഷയിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വരുന്നതിന്. വേറെ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ലീഗിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതാണ് ആ ഒരു സ്നേഹം. ഈ ഇരിക്കുന്ന കൂട്ടത്തിലും ഒരുപാട് ആളുകൾ, ഒരുപാട് നിലക്കുള്ള അധ്വാനം, പ്രാർത്ഥനകൾ മാത്രമല്ല, ബന്ധപ്പെട്ടവിടുത്തെ കുടുംബങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പല നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു തന്നവരുണ്ട്. ഇവിടെ നിന്ന് കുറേ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിരുന്നു. ഷുഹൈബ് സാഹിബിൻ്റെ, അസീസിൻ്റെ, ഉമ്മറിൻ്റെ, ഷെരീഫിൻ്റെ, സക്കീറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറേ ആളുകൾ. അവർ അങ്ങനെ വലിയ സൗകര്യമുള്ളവരൊന്നുമല്ല വന്നത്. ഒരു വോട്ടുള്ളത് ടിക്കറ്റ്, എയർ ടിക്കറ്റൊക്കെ മുടക്കി അവർ വന്നു. അവർ കുറേ ഇവിടെയുള്ള പല ആളുകളും പലർക്കും ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തു, അല്ലേ? അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ വിജയമാണിത്. ഞാനിതിലൊരു കേവലം അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. ഞാനൊരു പ്രതീകം മാത്രമാണ്. പക്ഷെ എങ്കിലും ആ പ്രതീകം എന്നുള്ള നിലയിൽ ഈ ചെയ്തു തന്ന സേവനങ്ങൾക്ക്, ഈ കോരിച്ചൊരിഞ്ഞ സ്നേഹത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അതിഗംഭീരമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന 1000 നന്ദി
രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളും സമ്മതിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത